السلام عليكم. إن الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരിമാരെ, ഈ സമയത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തു ശൂറയിലെ 27-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സലു ബിഖദരി മാ യശാ ഇന്നഹു ബിഇബാദി ഖബീറുൻ ബസീർ. അല്ലാഹു എങ്ങാനും ദുനിയാവിലുള്ള സുഖസൗകര്യങ്ങൾ, സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ അങ്ങോട്ട് വിശാലമാക്കിയിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർളി, ആളുകൾ ആകപ്പാടെ ദുനിയാവ് കുട്ടിച്ചോറാക്കും. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരാൾക്ക് കീഴൊതുങ്ങൂല, ഒരു ജോലിക്ക് ഒരാളെ കിട്ടൂല, ആകപ്പാടെ ജീവിതം ദുസ്സഹമാകും. അതുകൊണ്ട് അള്ളാഹു എന്താ ചെയ്തിട്ടുള്ളത്? അള്ളാഹു ഉദ്ദേശിക്കുന്ന കണക്കനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ജീവിതം വിശാലമാക്കും, ചിലർക്ക് ജീവിതം കുടുസാക്കും. എന്ന് വച്ചാൽ ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ളത് ഏത് സോഷ്യലിസവും ഏത് സാമൂഹ്യ വ്യവസ്ഥിതി വന്നാലും അള്ളാഹുവിൻ്റെ ആ ഒരു നിശ്ചയമാണ് ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ളത്, ഏത് രാജ്യത്ത് പോയാലും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉള്ളവനോട് എന്നിട്ട് അള്ളാഹു സൂചിപ്പിച്ചു, ഈ ഇല്ലാത്തവനെ പരിചരിക്കേണ്ടതും അവനെ കൂട്ടിപ്പിടിക്കേണ്ടതും ഉള്ളവന്റെ ബാധ്യതയാണ് എന്ന്. പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു വിഷയം കൃത്യമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സത്യവിശ്വാസികളായിട്ടുള്ള ആണിന്റെയും പെണ്ണിന്റെയും ഉത്തമ വിശേഷണങ്ങൾ സൂചിപ്പിക്കുന്ന ഭാഗത്ത് സൂറത്ത് മാരിജിലും സൂറത്ത് അദ്ദാരിയാത്തിലും അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഒഫി അംവാലിഹിം ഹഖ്ഖും ലിസ്സാഇലി വൽ മഹ്റൂം എന്നും വല്ലദീന ഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം എന്നും അള്ളാഹു സൂചിപ്പിച്ചു. ഈ രണ്ട് ആയത്തിലൂടെയായി. എന്നുവെച്ചാൽ ഉള്ളവന്റെ സമ്പത്തിൽ നിന്ന് ഇല്ലാത്തവന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു വിഹിതം, അത് ഒരു സ്ഥലത്ത് സൂചിപ്പിച്ചത് ഹഖ്ഖും മഅലൂം, നിർണിതമായിട്ടുള്ളൊരു ഓഹരിയുണ്ട് എന്ന് സൂചിപ്പിച്ചു. നമ്മൾ സാങ്കേതികമായി സക്കാത്ത് എന്ന് പറയുന്ന ആ ഒരു ഇബാദത്ത്, അല്ലെങ്കിൽ അത് ഉള്ളവന്റെ സമ്പത്തിൽ ഇല്ലാത്തവനുള്ള ഹക്കാണ് എന്നർത്ഥം. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സമ്പത്തുള്ള ഓരോരുത്തരുടെയും, അത് അന്യന്റെ കട്ടുണ്ടാക്കിയതോ ഒന്നുമല്ല, അവൻ അധ്വാനിച്ചുണ്ടാക്കിയ വിയർപ്പിന്റെ വിലയായി ഒരാളിൽ നിന്നും തട്ടിപ്പറിച്ചതല്ല. അങ്ങനെ ചോര നീരാക്കി ഉണ്ടാക്കിയ സമ്പത്താണെങ്കിൽ അതിൽ ഇല്ലാത്തവന്റെ ഒരു ഹക്കുണ്ട്. ആ ഹക്കിനെയാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത് എന്നർത്ഥം. ഈ സക്കാത്ത് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്നതിന് നമ്മൾക്കുള്ള മറുപടി ഞാൻ ഓടിച്ചു പോവുകയാണ്. സക്കാത്ത് നിർവഹിക്കുന്നതിലൂടെ ഞാനും നിങ്ങളും നിർവഹിക്കുന്നത് നമ്മുടെ ഇബാദത്താണ്. നമ്മൾ നമസ്കരിക്കുന്നത് പോലെ, നമ്മൾ നോമ്പെടുക്കുന്നത് പോലെ, നമ്മൾ ഹജ്ജ് ചെയ്യുന്നത് പോലെ നിർബന്ധമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഇസ്ലാം കാര്യത്തിൽ ഒരു ഇബാദത്ത് നിർവഹിക്കുകയാണ് നമ്മൾ സക്കാത്ത് നൽകുന്നതിലൂടെ. എന്നാൽ ഈ സക്കാത്ത് നൽകുന്നതിലൂടെ ഓരോ വ്യക്തിയും, ഈ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാനടക്കം സക്കാത്ത് നൽകുമ്പോൾ നമ്മൾ ഈ ഒരു ഇബാദത്ത് നിർവഹിക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. രണ്ട് കാര്യം നമ്മൾ ഉദ്ദേശിക്കണം, നമ്മുടെ ആഗ്രഹിക്കണം. ഒന്ന്, അള്ളാഹുവിനോട് ഈ സക്കാത്ത് നമ്മൾ നൽകുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഓഫറുണ്ട്. സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഒന്ന് ശുദ്ധീകരണം എന്ന, സംസ്കരിക്കുക എന്ന. അള്ളാഹുവിന്റെ റസൂലിനോട് സക്കാത്ത് സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടെടുത്ത് അള്ളാഹു
പറഞ്ഞ വാക്കെങ്ങനെയാണെന്നറിയും നിങ്ങൾ? ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ എന്ന. നീ അവരിൽ നിന്ന് സ്വതക്ക സ്വീകരിക്കണം. അള്ളാഹു ഖുർആനിൽ സക്കാത്തിന് ഉപയോഗിച്ച 3 പദം, ഒന്ന് സ്വതക്ക എന്ന, ഒന്ന് സക്കാത്ത് എന്ന, ഒന്ന് ഖൈർ എന്ന, അല്ലെങ്കിൽ ഹഖ് എന്ന. അപ്പൊ ഇവിടെ ഇതിൽ പണ്ഡിതന്മാർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഖുദ് മിൻ അംവാലിഹിം സ്വതഖത്ത, ഈ സ്വതക്ക എന്ന് ഉദ്ദേശിച്ചത് സക്കാത്ത. എന്തിന്? അവരെ സംസ്കരിക്കണം, ആ സമ്പത്തിനെ ശുദ്ധീകരിക്കണം. അപ്പൊ നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ട നിയ്യത്ത്, അല്ലാഹുവേ ഞങ്ങളുടെ സമ്പത്തിനെ ഇത് മുഖേന നീ ശുദ്ധീകരിക്കണമേ എന്ന്. അപ്പൊ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ നമ്മൾ ഇബാദത്ത് നിർവഹിക്കുന്നു, അതോടൊപ്പം നമ്മൾ നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നു. ആ സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ സമ്പത്ത് ശുദ്ധിയായി. ആ സക്കാത്ത് കൊടുക്കുന്ന ആള് സംസ്കരിക്കപ്പെട്ടവനായി. അവന്റെ വീട്ടിലേക്ക് ഒരു സ്വതക്കക്ക് വേണ്ടി, ഒരു നല്ല കാര്യത്തിന് വേണ്ടി കമ്മിറ്റിക്കാർ വരുമ്പോൾ അവൻ സന്തോഷിക്കുകയുള്ളൂ. അവന് മുഖം ചുളിക്കില്ല, അവൻ പുറംതിരിഞ്ഞു നിൽക്കില്ല, അതിനൊരു പ്രയാസം ഉണ്ടായി തോന്നില്ല. കാരണം അവൻ സംസ്കരിക്കപ്പെട്ടവനായിരിക്കും. രണ്ടാമത് നമ്മൾ ആഗ്രഹിക്കേണ്ട മറ്റൊരു ലക്ഷ്യം, പടച്ചവനെ ഞാൻ എൻ്റെ ഈ സ്വതക്ക, ഈ സക്കാത്ത് എൻ്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കുന്നതോടുകൂടി എൻ്റെ ശിഷ്ടസമ്പത്തിന് നീ വളർച്ച ഉണ്ടാക്കി തരണമേ എന്ന പ്രാർത്ഥനയാണ്. സക്കാത്ത് കൊടുത്താൽ അവന്റെ ശിഷ്ടസമ്പത്ത്, ശേഷിക്കുന്ന സമ്പത്തിൽ അള്ളാഹു വർധനവ് നൽകും. അപ്പൊ ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത് നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാവണം. റബ്ബേ, ഞാൻ ഈ സക്കാത്ത് നൽകുന്നതിലൂടെ എനിക്ക് നീ വളർച്ചയുണ്ടാക്കി തരണമേ. എൻ്റെ സമ്പത്തിലും എൻ്റെ ജീവിതത്തിൽ മുച്ചൂടും നിന്റെ സംരക്ഷണവും നിന്റെ വളർച്ചയും നീ എനിക്കുണ്ടാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥന. അപ്പൊ എന്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഈ ഇരിക്കുന്ന ഒരാൾക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ഇബാദത്ത് നിർവഹിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ റസൂലും അള്ളാഹും ഓഫർ ചെയ്തിട്ടുള്ള ആ വളർച്ചയും ശുദ്ധീകരണവും കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു. ഒപ്പം ഈ പ്രദേശത്തുള്ള നമ്മുടെ സഹജീവികളുടെ വിശപ്പോ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ കഷ്ടപ്പാടുകളോ ദൂരീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നു. അതാണ്. ഇത് നോക്കൂ നിങ്ങൾ, എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കണം, സക്കാത്ത് കൊടുക്കേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കേണ്ട 2 സാഹചര്യമുണ്ട്. 2 സാഹചര്യത്തിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഒന്നാമത്തെ സാഹചര്യം പറയുന്നത്, നമ്മുടെ മുന്നിലേക്ക് ആദ്യമായിട്ട് സമ്പത്ത് കടന്നു വരുന്ന സാഹചര്യം. അത് കൃഷിയിലൂടെ ആവാം, കൂലിപ്പണിയിലൂടെ ആവാം, വാടകയിലൂടെ ആവാം, പാറ വിറ്റിട്ടാവാം, അതല്ലെങ്കിൽ ഏത് രീതിയിൽ കൂടിയോ ആയിക്കൊള്ളട്ടെ, ഒന്നാമതായി നമ്മുടെ കയ്യിലേക്ക് സമ്പത്ത് കടന്നു വരുമ്പോൾ നമ്മളത് ശുദ്ധീകരിക്കണം. രണ്ടാമതായി അയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത്, ഇങ്ങനെ ശുദ്ധീകരിച്ചതിന് ശേഷം അവൻ ഭക്ഷണം കഴിക്കുന്നു, അവൻ വസ്ത്രം ധരിക്കുന്നു, അവൻ കാറ് വാങ്ങുന്നു, അവൻ അവൻ്റെതായിട്ടുള്ള മക്കളെ പഠിപ്പിക്കുന്നു, എല്ലാ ചെലവുകളും നിർവഹിക്കുന്നു ഈ ശുദ്ധീകരിച്ച പണം കൊണ്ട്. എന്നിട്ട് ഒരു വർഷം പൂർത്തിയായി നോക്കുമ്പോൾ അവന്റെ കയ്യിൽ വീണ്ടും മിച്ചമുള്ള തുകയുണ്ട് എങ്കിൽ ആ മിച്ചമുള്ള തുകക്ക് അവൻ തേങ്ങ ഇട്ടു. ആ തേങ്ങ തേങ്ങക്ക് കൃത്യമായുള്ള സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിച്ചു. ആ തേങ്ങ വിറ്റ പൈസ വീണ്ടും അവന്റെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള കാശിന് വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ അതിന് നിശ്ചയിച്ചിട്ടുള്ള നിസാബും നിബന്ധനയും ഒത്തിട്ടുണ്ട് എങ്കിൽ ആവർത്തിച്ചു വീണ്ടും അവൻ സക്കാത്ത് കൊടുക്കണം. അപ്പൊ 2 സാഹചര്യത്തിൽ ഒരു സത്യവിശ്വാസി സക്കാത്ത് കൊടുക്കണം. ഇത് നോക്കുക, ഇവിടെ വ്യത്യാസം എന്താണ്? ഒന്നാമത്തെ സക്കാത്ത് കൊടുക്കാനുള്ള നിബന്ധന പറഞ്ഞപ്പോഴും അവിടെ അള്ളാഹുവിന്റെ റസൂൽ സമ്പത്തിനെ 3 ആക്കി തരംതിരിച്ചു. 3 ആക്കി തരംതിരിച്ചത്, ഒന്ന് കാലി സമ്പത്ത്, ഒന്ന് കാർഷിക സമ്പത്ത്, ഒന്ന് നാണയ സമ്പത്ത് എന്ന്. ഈ 3നും പ്രത്യേകമായുള്ള നിസാബും വെച്ചു. കാർഷിക സമ്പത്താണ് എങ്കിൽ ഞാൻ മറ്റ് കൂടുതൽ കണക്കിലേക്ക് പോകുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ഭക്ഷ്യവിളയായിട്ടുള്ള നെല്ല്, അരി, നെല്ലിൽ നിന്നാണല്ലോ അരി ഉണ്ടാകുന്നത്. അപ്പൊ 6 ക്വിൻ്റൽ
അതെങ്കിൽ 300 സാഴ് 6 കിൻഡലും 60 കിലോനും എന്ന് നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി 2,200 നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ 6 കിൻഡലും 60 കിലോനും അരിക്ക് തുല്യമായിട്ടുള്ള ഏത് ഭക്ഷ്യവിള ഉണ്ട് എങ്കിലും അവൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായി. ഇനി നാണയ സമ്പത്താണ് എങ്കിൽ 590 ഗ്രാം വെള്ളിക്ക് വിലയുള്ള ശമ്പളമോ വരുമാനമോ വേറെ രീതിയിൽ കൂടി വാടക ഇനത്തിലോ മറ്റോ ഒരാളുടെ കയ്യിൽ കൊല്ലത്തിൽ വരുന്നുണ്ട് എങ്കിൽ. ഇനി കാലി സമ്പത്താണെങ്കിൽ നമുക്കത് വല്ലാതെ നമ്മൾ അതിലേക്ക് പോകണ്ട. ആടിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ 40 ആടുകൾ ഒരാൾക്ക്, ആട് വളർത്തലാണ് ഒരാളുടെ തൊഴിലെങ്കിൽ 40 ആട് തികഞ്ഞിട്ടുണ്ട് എങ്കിൽ അയാൾ 120 ആട് ആകുന്നത് വരെയുള്ള ആ പീരീഡിൽ അയാൾ ഒരു ആടിനെയാണ്, ഒരു ആടുംകുട്ടിനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ കൂടി തരംതിരിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, ഈ കൊടുക്കേണ്ട സക്കാത്തിന്റെ തോത് എന്ന് പറയുന്നത് അയാൾക്ക് നിശ്ചയിച്ചിട്ടുള്ള അയാൾക്ക് വരുന്ന വരുമാനത്തിന്റെ സ്വഭാവമനുസരിച്ച് അത് 2.5, 5, 10, 20 4 തോത് നിശ്ചയിച്ചു. എന്തിനാണ് ഈ 4 തോത് നിശ്ചയിച്ചത്? ഒരു കൂലിപ്പണിക്കാരൻ കഷ്ടപ്പെട്ട് അവന്റെ കയ്യിലേക്ക് അവന്റെ വിയർപ്പൊഴുക്കി വൈകുന്നേരം വരുമ്പോഴും അവനുണ്ടാവുന്ന ആ പ്രയാസം, അങ്ങനെയുള്ള ആളുകൾ കഷ്ടപ്പാടും പ്രയാസത്തോടും കൂടിയാണ് അവന്റെ കയ്യിലേക്ക് സമ്പത്ത് കടന്നു വരുന്നെങ്കിൽ അവൻ 2.5 കൊടുത്താൽ മതി. ഇനി നോക്കൂ നിങ്ങൾ, കാർഷിക വിളയിലൂടെ നിശ്ചയിച്ചപ്പോൾ നട്ട് നനച്ചുണ്ടാക്കുന്ന കൃഷിയാണെങ്കിൽ അതിൽ അധ്വാനമുണ്ട്, അതിന് പണച്ചെലവുണ്ട്. ആ രൂപത്തിൽ കൂടി കൃഷി ചെയ്തുണ്ടാക്കുന്നതാണെങ്കിൽ അവൻ 5 കൊടുക്കണം. അവിടെ തന്നെ ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെലവില്ലാത്ത കൃഷിയാണെങ്കിൽ 10 കൊടുക്കണം. ഇനി അതുമല്ല, ഒരു പാരിതോഷികം എന്ന രൂപത്തിൽ കൂടി, ഒരു നിധി എന്ന രൂപത്തിൽ കൂടിയൊക്കെ ഒരാൾക്ക് സമ്മാനമായി ഒരു വലിയ സംഖ്യ ആവണമെന്നില്ല, ഏത് സംഖ്യ കിട്ടിയാലും അവന് ഒരു അധ്വാനവും കൂടാതെ അവന് കിട്ടുന്ന തുകയാണ്, അതിന് 20% കൊടുക്കണം. അപ്പൊ ഈ തോത് വ്യത്യസ്തമായി നിശ്ചയിച്ചത് എന്താ? അപ്പൊ നമുക്കൊക്കെ മനസ്സിലായി, ഈ സമ്പത്ത് ഒന്നാമതായി എൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന എളുപ്പത്തിന്റെയും പ്രയാസത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാഹു ഈ തോത് 4 ആക്കി നിശ്ചയിച്ചു. എന്നാൽ ഈ ആവർത്തിച്ചു കൊടുക്കേണ്ട സക്കാത്ത് എന്ന് പറയുന്നത് വർഷം പൂർത്തിയായിട്ട് വീണ്ടും എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ അതിന് കൊടുക്കേണ്ട സക്കാത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒരൊറ്റ തോതേ ഉള്ളൂ. നിധി കിട്ടി 20% സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിച്ച പണം ബാക്കിയുണ്ടെങ്കിലും നട്ടു നനക്കാത്ത അല്ലെങ്കിൽ പ്രകൃതി ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്, അതല്ലെങ്കിൽ കാർഷിക വിളക്ക് 10% സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിച്ച തുകയിലാണ് ബാക്കിയുള്ളത് എങ്കിലും, അല്ലെങ്കിൽ നട്ടു നനച്ചുണ്ടാക്കിയ അധ്വാനത്തോടു കൂടി ഉണ്ടാക്കിയ കൃഷിയിൽ നിന്ന് ഉണ്ടാക്കിയ നമ്മുടെ നാളികേരമോ റബ്ബർ ഷീറ്റോ ഒക്കെ വിറ്റ് കിട്ടിയ 5% സക്കാത്ത് കൊടുത്ത തുകയിൽ നിന്നുള്ള ബാക്കി തുകയാണ് ബാക്കി മിച്ചമുള്ള തുകയുള്ളതെങ്കിലും, ഏത് രീതിയിൽ കൂടി കിട്ടിയ തുകയാണ് രണ്ടാമത് സക്കാത്ത് കൊടുക്കുമ്പോൾ ആ വ്യക്തി കൊടുക്കേണ്ട സക്കാത്തിന്റെ തോത് വെറും 2.5 മാത്രം. നേരത്തെ പറഞ്ഞ ഈ 3 തോത് നിശ്ചയിച്ചിരുന്നു. നിസാബ് നിശ്ചയിച്ചിരുന്നു 6.5 കിൻഡൽ എന്നും 590 എന്നും ഈ 40 ആട് അല്ലെങ്കിൽ 5 ഒട്ടകം അല്ലെങ്കിൽ 30 പശു എന്നും പറഞ്ഞ ആ ഒരു നിസാബേ അല്ല. രണ്ടാമത് സക്കാത്ത് കൊടുക്കുമ്പോൾ ഒറ്റ നിസാബേ ഉള്ളൂ. അതെത്ര? 590 ഗ്രാം വെള്ളി. അപ്പൊ രണ്ടാമത്തെ ആവർത്തിച്ച് സക്കാത്ത് കൊടുക്കുമ്പോൾ ഉള്ള തോത് എന്ന് പറയുന്നത് വെറും 2.5 അത് നിസാബ് എന്ന് പറയുന്ന 590 ഗ്രാം വെള്ളിയാണ്. ഇനി ഈ രീതിയിൽ കൂടി സക്കാത്ത് രണ്ടാമത് ആവർത്തിച്ച് കൊടുക്കണമെങ്കിൽ ഒന്നാമത് കൊടുക്കേണ്ട സക്കാത്ത് എന്ന് പറയുന്നത്, ഞാൻ എന്താ പറഞ്ഞത്, 3 ഇനത്തിലൂടെ ലഭിക്കുന്ന വരുമാനമാണെങ്കിലും അത് ഏത് തരത്തിലുള്ള വരുമാനത്തിനെ നമ്മൾ ഇതിലേക്ക് ഖിയാസാക്കണം. ഇന്ന് വ്യത്യസ്തമായ രൂപത്തിൽ കൂടി വാടക ഇനത്തിൽ കിട്ടാണ്ട്, അല്ലെങ്കിൽ പാറ വിറ്റിട്ട് കിട്ടുന്നതുണ്ട്. എങ്ങനെയാണെങ്കിലും ഈ 3-1 ഖിയാസാക്കിയിട്ട് ആ വരുമാനത്തിന് അവൻ സക്കാത്ത് കൊടുക്കണം. അതിന്റെ തോത് ഈ 2, 5, 10, 20 ആവർത്തിച്ച് സക്കാത്ത് കൊടുക്കുമ്പോൾ വീണ്ടും അവൻ സക്കാത്ത് കൊടുക്കേണ്ടി വരുമ്പോൾ അവൻ കൊടുക്കേണ്ടുന്ന സക്കാത്തിന്റെ തോതെന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും 2 ഉള്ളൂ. അതിന്റെ നിസാബ് എന്ന് പറയുന്നത് 590 ഗ്രാം വെള്ളിയുടേതാണ്. എന്നാലും ആവർത്തിച്ച് സക്കാത്ത് കൊടുക്കണമെങ്കിൽ വീണ്ടും
വേറെ നിബന്ധനകൾ കൂടിയുണ്ട്. ആ നിബന്ധന കൂടി നമ്മൾ മനസ്സിലാക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ ആവർത്തിച്ച് സക്കാത്ത് കൊടുക്കണമെങ്കിൽ അവന്റെ കയ്യിലുള്ള പണത്തിന് വീണ്ടും ഒരു വർഷം പൂർത്തിയാവണം. ഒരു വർഷം പൂർത്തിയാണ്. ഇപ്പൊ നമ്മുടെ ബാങ്ക് ബാലൻസിൽ ഇപ്പൊ ഈ ഇരിക്കുന്ന പല ആളുടെയും PF ബാങ്ക് ബാലൻസിലും ഇപ്പൊ 2025 മാർച്ച് മാസം, ഇപ്പോൾ റമദാൻ വന്നത് മാർച്ച് 1-നാണ്. ഒരാള് റമദാൻ 1-നാണ് സക്കാത്ത് കൊടുക്കുന്നതെന്ന് തീരുമാനിക്കാം. 2025 മാർച്ചില് നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. അപ്പൊ 2024 മാർച്ച് 1-ന് അല്ലെങ്കിൽ റമദാൻ 1-ന്, റമദാൻ 11 ദിവസത്തെ കുറവ് വരും. എന്നാലും റമദാൻ ഹിജ്റ വർഷമാണ് നല്ലത് സക്കാത്ത് കണക്കാക്കാൻ. അപ്പൊ ആ കഴിഞ്ഞ കൊല്ലത്തെ റമദാൻ 1-ന് അയാളെ കയ്യിൽ ഇരിക്കുന്ന സംഖ്യ 6 ലക്ഷമാണ്. ഈ പ്രാവശ്യം നോക്കുമ്പോൾ അയാൾക്ക് 8 ലക്ഷം ഉണ്ടെങ്കിൽ 10 ലക്ഷം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 6 ലക്ഷമാണ്. അയാൾ ഏത് സംഖ്യക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഇപ്പൊ നിലവിലുള്ള 10 ലക്ഷത്തിനാണോ, അന്നുണ്ടായിരുന്ന 6 ലക്ഷത്തിനാണോ? ഏതിനാ കൊടുക്കേണ്ടത്? ഈ 10 ലക്ഷം എന്ന് പറയുന്നത് ഈ വർഷത്തിൽ സമ്പാദിച്ചതാ. അതിനെന്ത് തികഞ്ഞിട്ടില്ല? വർഷം തികഞ്ഞിട്ടില്ല. വർഷം തികഞ്ഞത് 2024 റമദാനിൽ എന്റെ കയ്യിലുണ്ടായിരുന്ന തുകയാണ് ഇന്ന് വർഷം തികഞ്ഞ തുക. അപ്പൊ ഞാൻ കൊടുക്കേണ്ടത് 6 ലക്ഷത്തിനെ കൊടുക്കേണ്ടുള്ളൂ. ഇന്ന് എന്റെ കയ്യിൽ എത്ര ഉണ്ട്? 10 ലക്ഷം ഉണ്ടെങ്കിലും എന്റെ മിച്ച സമ്പത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത് ഈ 6 ലക്ഷത്തിനെ കൊടുക്കേണ്ടതുള്ളൂ. ഇനി ആ 6 ലക്ഷത്തിൽ ഇത് വിശദമായിട്ട് പറയേണ്ട വിഷയമാണ്. ഈ 6 ലക്ഷം എന്ന് പറയുന്നത് 2024 റമദാനിലാണ്. ഈ 10 ലക്ഷം എന്ന് 2025 റമദാനിലാണ്. പക്ഷെ ഈ 2024 റമദാനിന് ശേഷം എൻ്റെ ബാങ്കിൽ കിടക്കുന്ന തുകയിൽ നിന്ന് ഞാൻ പിൻവലിച്ച് എൻ്റെ സംഖ്യ 5000-ഓ 6000-ഓ ആയി ചുരുങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈ മനുഷ്യന്റെ മിച്ച സമ്പത്തിന് ആ 6 ലക്ഷത്തിനും കൊടുക്കണ്ട, ഈ 10 ലക്ഷത്തിനും കൊടുക്കണ്ട. അപ്പൊ മിച്ച സമ്പത്തിന് സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഇളവുകളുണ്ട്. വർഷം പൂർത്തിയായ സദക്കയെ നമ്മൾ നൽകേണ്ടതുള്ളൂ. രണ്ടാമത് ഒരു നിബന്ധന, വളർച്ചയുള്ള സ്വത്തായിരിക്കണം. എൻ്റെ ബാങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഈ റമദാൻ 1-നാണ് വർഷം പൂർത്തിയാകുമെന്ന് വിചാരിക്കുക. റമദാൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു 6 ദിവസം മുമ്പോ അല്ലെങ്കിൽ 10 ദിവസം മുമ്പോ ഞാൻ അതിന് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു എൻ്റെ ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിച്ചു. ആ 10 ലക്ഷത്തിന്റെ രൂപം എങ്ങനെയായി മാറി? പണം എന്നതിന് പകരം എന്തായി മാറി? കാറായി മാറി. ഞാൻ സക്കാത്ത് കൊടുക്കണോ? കൊടുക്കണ്ട. വളർച്ചയുള്ള സ്വത്തിനെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഒരു 10 സെന്റ് സ്ഥലം ഞാൻ വാങ്ങിയിട്ടു, കൊടുക്കണോ? കൊടുക്കണ്ട. ആ സ്ഥലത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ആവർത്തിച്ച് സക്കാത്ത് കൊടുക്കണമെങ്കിലുള്ള 4 നിബന്ധന: 1 ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം, 2 വർഷം പൂർത്തിയായിരിക്കണം, 3 നിസാബ് എത്തിയിരിക്കണം, 4 വളർച്ചയുള്ള സ്വത്തായിരിക്കണം. ഇനി നോക്കൂ, നമ്മൾ ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അവിടെയാണ് അലിയാക്കാരനോട് സൂചിപ്പിച്ചത് അത് ഊന്നി പറയണമെന്ന്. ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് ചോദ്യത്തിനുള്ള ഉത്തരം, സക്കാത്ത് കൊടുക്കേണ്ടത് ഗനിയാണ്. ഇതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സക്കാത്ത് കൊടുക്കേണ്ടത് ഗനിയാണ്. ഗനി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ധനവാൻ അല്ലെങ്കിൽ ധന്യൻ. ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർളി വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. ഗിന എന്ന് പറഞ്ഞാൽ, ഗനിയ എന്ന് പറയുന്നത് കുറേ സമ്പത്തുള്ളവനല്ല, പക്ഷെ മനസ്സിന്റെ ഐശ്വര്യമാണ് ഗിന എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത് ഗനിയാണ്. സമ്പന്നൻ കൊടുത്താൽ മതി. അള്ളാഹുവിന്റെ റസൂൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി നിശ്ചയിക്കുന്ന സമയത്ത് അവരോട്, നീ പറയണം, നിങ്ങളുടെ മേൽ 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന്. അവിടെയുള്ള ആളുകൾ അത് അനുസരിക്കാൻ തയ്യാറായാൽ പിന്നെ നീ അവരോട് പറയണം, അവിടെയും സ്വതക്ക എന്ന വാക്കാ ഉപയോഗിച്ചത്. അപ്പൊ അവരോട് നീ പറയണം, മുആദേ, എന്ത് പറയണം? അള്ളാഹു നിങ്ങളുടെ സമ്പത്തിൽ
ഒരു സക്കാത്ത് അല്ലെങ്കിൽ സ്വതക്ക നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് തുഅഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം. ആ സ്വതക്ക വാങ്ങേണ്ടത് അവരിലുള്ള സമ്പന്നരിൽ നിന്നാണ്. കൊടുക്കേണ്ടതോ അവരുടെ ഇടയിലുള്ള സാധുക്കളുടെ ഇടയിലാണ്. അപ്പൊ എന്ത് മനസ്സിലായി? സക്കാത്ത് കൊടുക്കേണ്ടത് സമ്പന്നനാണ്. എല്ലാവർക്കും വലിയ ആശ്വാസം തോന്നുന്നില്ല. ഇപ്പൊ നല്ല ആശ്വാസം, കാരണം കൊടുക്കേണ്ടത് സക്കാത്ത് കൊടുക്കേണ്ടത് സമ്പന്നനാണ്. സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന ഹാദിഹി തദ്കിറ, ഇത് നിങ്ങൾക്കുള്ളൊരു ഉത്ബോധനമാണ്. പരിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ ഈ ആയത്ത് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഫമൻ ശാഅ തഖദ ഇലാ റബ്ബിഹി സബീല. താല്പര്യമുള്ളവൾ അല്ലാഹുവിലേക്ക് നിങ്ങൾ ഈ മാർഗം തിരഞ്ഞെടുക്കണം. ഇതൊരു ഉത്ബോധനമാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്താണെന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. വതഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. എവിടെയാണ് ഈ ആയത്ത് അറിയോ നിങ്ങൾക്ക്? സൂറത്തുൽ ബഖറയിലെ കടത്തിനെ കുറിച്ച് പറയുന്ന വലിയ ആയത്തിന്റെ തൊട്ടു മുമ്പ് വതഖൂ യൗമൻ, നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം കേട്ടോ. തുർജഊന ഫീഹി ഇലല്ലാഹ്, എന്നെയും നിങ്ങളെയൊക്കെ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അവർക്ക് അവരുടെ എല്ലാം പൂർത്തിയാക്കി കൊടുക്കും. അവരുടേത് എല്ലാം പൂർത്തിയാക്കി കണക്ക് നോക്കി നമ്മെ വിചാരണ ചെയ്യുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഒരാളോടും അല്ലാഹു അനീതി ചെയ്യില്ല എന്ന്. ഇത് ഓർമ്മിപ്പിക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യം ഗനിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളിടത്ത് ഈ മുആദിനോട് അള്ളാഹുവിന്റെ റസൂൽ ഗനിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആരാണ് ഗനി എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹു സൂചിപ്പിച്ചു, ഗനിയിനെ 3 തരംതിരിച്ചു സമ്പത്തിനെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് സമ്പത്തിനെയും നമ്മൾ ഇതിലേക്ക് നമ്മൾ കൂട്ടി പറയണം. ഏതാണ് 3 എന്നറിയാം നിങ്ങൾ? ഒന്ന്, ലൈസ ഫീമാ ദൂന ഖംസത്തി ഔസുഖിൻ മിനൽ തംരി സ്വദഖത്തുൻ. തംർ എന്താ? ഈത്തപ്പഴം, കാരക്ക. 5 വസ്കിൽ കുറവുള്ളതിന് സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ 5 വസ്ക് ഈത്തപ്പഴം, അതിനെ നമ്മൾ നാട്ടിലുള്ള ഭക്ഷ്യവിളയായ അരിയോട് ഖിയാസാക്കുമ്പോൾ 6 കിൻഡൽ അരിയും 60 കിലോ അരി 60 കിലോ അരിക്കുള്ള കാർഷിക വിള ഉള്ളവൻ ആരായി? ഗനിയായി. ആ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, ലൈസ ഫീമാ ദൂന ഖംസി അവാഖി മിനൽ വരിഖി സ്വദഖത്തുൻ. 590 ഗ്രാം വെള്ളിയുടെ രൂപത്തിലുള്ള നാണയ സമ്പത്ത് ഒരാൾക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ താഴെയാണെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ 590 ഗ്രാം വെള്ളിയുടെ വരുമാനം ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൻ ഗനിയായി, നാണയ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ അവൻ പറഞ്ഞു, വലൈസ ഫീമാ ദൂന ഖംസി ദൗദി മിനൽ ഇബ്ലി സ്വദഖത്തുൻ. 5 ഒട്ടകത്തിന്റെ താഴെയുള്ളതിന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട. 3 തരത്തിലുള്ള സാമ്പത്തിക വരുമാനത്തിന്റെ തോത് നിശ്ചയിച്ചിട്ട് പറഞ്ഞു, ഈ തോത് എത്തിയിട്ടുള്ളവൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന്. സക്കാത്തിന്റെ കാര്യത്തിൽ ഓൻ ആരായി? ഗനിയായി. നോക്കൂ, ലോകത്ത് ഒരു മനുഷ്യനും ഒരു സംഘടനക്കും ഒരു ദൗറക്കും ഒരു കൂടിയാലോചനക്കും ഈ പരിധി കൂട്ടാനോ കുറക്കാനോ അധികാരമില്ല. അപ്പൊ നമ്മൾ ഈ ഒരു പരിധിയിലെത്തിയ നമ്മൾ വരുമാനമുണ്ട് എങ്കിൽ അള്ളാഹു നമ്മോട് പറയുന്നത്, നീ ഗനിയാണ്, സക്കാത്ത് കൊടുക്കണം. ഇനി നോക്കൂ, നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ ഈ പറഞ്ഞപ്പോ നമുക്ക് വിമിഷ്ടം തോന്നണ്ട. സക്കാത്ത് കൊടുക്കുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? നമുക്ക് ഈ 590 ഗ്രാം വെള്ളിക്ക് തുല്യമായ വരുമാനം ഉണ്ടായാൽ
ഈ 6 കിൻഡൽ ഉള്ള നെല്ലോ വാഴയോ കപ്പയോ കുരുമുളകോ ഏതുണ്ടായാലും നിങ്ങൾ അത് സക്കാത്ത് കൊടുക്കണം. 20-40 ആടുണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് പറഞ്ഞതാരാണ്? നമ്മുടെ റബ്ബ. ഈ റബ്ബ് പറഞ്ഞത് ഈ സക്കാത്ത് കൊടുത്താൽ എന്തായി? നിങ്ങളുടെ സമ്പത്ത് ശുദ്ധിയായി. ഈ സക്കാത്ത് കൊടുത്താൽ എന്തായി? ബാക്കി സമ്പത്തിന് വർധനയുണ്ടായി. ഇത് ആരാ പറയുന്നത്? നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ പറയുന്നത്. നോക്കൂ, നിങ്ങൾ നാണയത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞ് 2.5 എന്നാണല്ലോ. 5% പറയുന്ന പണ്ഡിതന്മാരുണ്ട്. സൂക്ഷ്മ 5 നല്ലത്. ഇനി 2.5 എന്നുള്ളത് ഏറ്റവും ചെറിയതാണോ? നോക്കൂ, നിങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു കൂലിപ്പണിക്കാരന്റെ കഥ തന്നെ എടുക്കുക. 1000 രൂപ കൂലിപ്പണിയിൽ കിട്ടുന്നുണ്ട്. ശമ്പളക്കാരൻ്റെ ഒക്കെ പോട്ടെ, 20 ദിവസമേ ഓന് ജോലിയുള്ളൂ. ഒരു മാസത്തിൽ എത്ര കിട്ടി? 20,000 കിട്ടി. ഈ ഒരു 20,000 എന്ന് പറയുന്നത്, ആ 20,000-ൽ നിന്ന് അവൻ മാസം തോറും സക്കാത്ത് കൊടുക്കുകയാണ് എങ്കിൽ, സക്കാത്ത് കൊടുക്കേണ്ടത് കൊല്ലത്തിൽ ഒരിക്കലാണ്. എത്ര രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത്? 20,000-ന്റെ വെറും 500 രൂപ. ദിവസം 100 രൂപ 1000 രൂപ കിട്ടുമ്പോൾ അവൻ അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നത് എത്ര കൊടുക്കേണ്ടി വരുന്നത്? 25 രൂപ. നമ്മൾ പറയും ഒരു കൂലിപ്പണിക്കാരൻ സക്കാത്ത് കൊടുക്കുക. എന്താ ചങ്ങായി പറയണത്? ഒരു കൂലിപ്പണിക്കാരൻ ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ ഓരോ പെരിയിൽ എത്ര ചായയും കടിയുണ്ടെങ്കിലും ഓ പോയിട്ട് 2-3 ചായ ഒപ്പമുള്ളവർക്ക് ചായ വാങ്ങി കൊടുക്കാൻ ഓനൊരു മടി ഉണ്ടാവില്ല. സക്കാത്തോ 1000-ന് എത്ര കൊടുക്കണ്ടേ? 25 രൂപ. അല്ലാഹു, ഓൻ സക്കാത്ത് കൊടുക്കുക. നമ്മുടെ കഥ നമ്മൾ ആലോചിക്കേണ്ടത്. സക്കാത്തിന് വേണ്ടി ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാളുടെ ഒരു കൊല്ലത്തെ വരുമാനം എന്ന് പറയുന്നത് ഒരു നേന്ത്രപ്പഴമായിട്ട് നമ്മൾ കണക്കിലെടുക്കുക. ഒരു നേന്ത്രപ്പഴം, ആ ഒരു നേന്ത്രപ്പഴത്തിനെ 10 തുല്യമായ ഓഹരിയാക്കി. ആ ഓഹരി 10 ഓഹരി വെച്ചിട്ട് ഈ 10 ഓഹരിയിൽ 9 ഓഹരിയും ഓന്റെ മക്കൾക്കും തിന്നാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെല്ലാം എത്ര ഉണ്ട്? 10-ലെ ഒരു ഓഹരി ഉണ്ട്. ആ ഓഹരി വീണ്ടും 4 ഓഹരി വെച്ചു. ആ 4 ഓഹരിയിൽ 3 ഓഹരി ഓന്റെ 9-ലേക്ക് ഇങ്ങോട്ട് കൂട്ടി. അപ്പൊ 9 കഷ്ണും ആ ഒരു കഷ്ണത്തിന്റെ 4-ൽ 3 ഭാഗവും കൊണ്ട് കൂട്ടി വെച്ചു. പിന്നെല്ലാം എത്രയുള്ളത്? ആ 10-ാമത്തെ കഷ്ണത്തിന്റെ 4-ൽ 1. ആ 4-ൽ 1 കൂട്ടരെ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ഏത്? നാണയ സമ്പത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത്. കാർഷിക സമ്പത്താണെങ്കിലോ ആ 10-ൽ 9 ഓരിണ്ട് മാറ്റി വെച്ച് പിന്നത്തെ ആ ഒരു കഷ്ണത്തിനെ പകുതിയാക്കിയിട്ട് ആ പകുതി ഇങ്ങോട്ട് മാറ്റി വെച്ചു. ആ പകുതി, അതാണ് 5% എന്ന് പറയുന്നത്. ഇത് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അള്ളാഹുവിന്റെ സംരക്ഷണവും അള്ളാഹുവിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിശുദ്ധിയും അള്ളാഹു നമുക്ക് നൽകും എന്നാണ് അള്ളാഹു സൂചിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത്, നമ്മൾക്ക് ഈ രീതിയിൽ കൂടി വരുമാനമുണ്ടായിട്ട് ആ വരുമാനം ഈ പറയുന്ന നിസാബ് എത്തുമെങ്കിൽ അത് നമ്മൾ കൊടുക്കാതെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മുന്നിൽ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് പോയി സമാധാനം പറയേണ്ട ഒരു ദിവസത്തെ നമ്മൾ ഗൗരവത്തോടുകൂടി കാണണമെന്നാണ് സൂചിപ്പിച്ചത്. ഖുർആനിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നഹാദി തദ്കിറ, ഇത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്കറിയാം, പല സ്ഥലത്തും പോകുമ്പോൾ പല പ്രദേശത്തുമുള്ള കൊട്ടാര സമാനമായുള്ള വീടുകൾ കാണുമ്പോൾ ഇത് ആരുടെ വീടാണെന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പലപ്പോഴും സംസാരിക്കുക, അത് ഇന്ന ആളുടെ വീടാണ്. നിങ്ങൾക്ക് ആ കഥ അറിയോ? എങ്ങനെയാണ് ആ വീടുണ്ടാക്കിയത് നിങ്ങൾക്കറിയോ? ആരെ പറ്റിച്ചിട്ടാണ് ആ പണം ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയോ? ആ രീതിയിൽ കൂടിയൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. പലപ്പോഴും പല ആളുകളുടെയും അകവും പുറവും അറിയുന്ന യാത്ര ചെയ്യുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് സാധിക്കും. ഹക്കല്ലാത്തത് സമ്പാദിച്ചു കൂട്ടിയിട്ട് അതിലൂടെ വിഹരിക്കുന്ന നമുക്ക് അറിയേണ്ടത്, ഇത് എത്ര കാലമാണ് ഈ ദുനിയാവിൽ നമ്മൾ ഉണ്ടാവുക? ഇന്ന് ഈ കാണുന്നത് പോലെയുള്ള ഓരോ പ്രദേശത്തുമുള്ള പ്രയാസകരമായിട്ടുള്ള അവസ്ഥ, മക്കളുള്ളവര് മക്കളില്ലാത്തവരെക്കാൾ കൂടുതൽ കണ്ണുനീര് കുടിക്കുന്ന ഈ ഒരവസ്ഥ, ഉമ്മയും ഉപ്പയും ഏതൊക്കെ രൂപത്തിൽ കൂടി അധ്വാനം അതല്ലെങ്കിൽ പോറ്റി വളർത്തിയ തന്റെ മക്കളെ കൊണ്ട് തന്നെ അവസാനം
നമ്മുടെ അന്ത്യം കുറിക്കേണ്ടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവുന്നു എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഹക്കല്ലാത്തതാണ് നമ്മൾ ഭക്ഷിക്കുന്നത് എന്നാണ്. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ കൂടി ചെലവ് കഴിച്ച് മിച്ചമുള്ളതിനെ സക്കാത്തുള്ളൂ എന്ന് വാദിക്കുന്നുണ്ട് എങ്കിലും ഒരു പുൽക്കൊടി പോലും പരിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ അടിസ്ഥാനത്തിൽ ഈ ആളുകൾക്ക് അതിനെ സ്ഥാപിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ മണ്ണിലേക്ക് തലകുത്തിയാൽ നിങ്ങളുടെ അനന്തരാവകാശികൾക്ക് നിങ്ങളുടെ അനന്തര സമ്പത്ത് എങ്ങനെയൊക്കെയാണ് വീതിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിൽ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെയും അള്ളാഹു ഒരു സ്ഥലത്ത് പോലും വിട്ടുപോകാതെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ അനന്തര സ്വത്തിൽ ഈ പറഞ്ഞ ആളുകൾക്ക് അവകാശം ഉണ്ടാവണമെങ്കിൽ മരിച്ച മനുഷ്യന്റെ മിംബാദി വസിയത്തിൻ യൂസാ ബിഹാ ഔദൈൻ, ഈ മരിച്ച മനുഷ്യന്റെ കടവും ഈ മരിച്ച മനുഷ്യന്റെ വസിയത്തും കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ഈ അനന്തര സ്വത്തിന് അവകാശിയാകുകയുള്ളൂ എന്ന് സൂചിപ്പിച്ച ഈ പരിശുദ്ധ ഖുർആനോ അള്ളാഹുവിന്റെ റസൂലോ ഈ സമ്പത്തിന്റെ സക്കാത്തിന് വേണ്ടി നിശ്ചയിച്ച തോതിന്റെ വിഷയത്തിൽ 5 ഒട്ടകമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണമെന്നും 5 വസ്കുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണമെന്നും 590 വെള്ളിയുടെ സമ്പത്തുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണമെന്നും പറഞ്ഞ ഹദീസിലോ ആയത്തിലോ എവിടെയെങ്കിലും ഈ സക്കാത്തിന് ഈ രീതിയിൽ കൂടി അവന്റെ വീട്ടിലെ ചെലവ് കഴിച്ചതിന് ശേഷം മിച്ചമുണ്ടെങ്കിലേ കൊടുത്താൽ മതി എന്ന് എവിടെയെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഒരു പണ്ഡിതനും അത് കാണിക്കാൻ കഴിയില്ല. എങ്കിൽ അവനവന്റെ സമ്പത്ത് അവനവന് കിട്ടിയാൽ നമ്മൾ ആലോചിക്കണം, എന്റെ കഴിവ് കൊണ്ടല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെതാണ് സമ്പത്ത്. ആ സമ്പത്ത് കിട്ടിയാൽ അതിന്റെ വിഹിതം അന്യന്റെ ഹക്ക് കൊടുത്തു വീട്ടിയതിനു ശേഷം നമ്മൾ ഭക്ഷിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കേണ്ട ബാധ്യത അള്ളാഹുവിനുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിലപ്പുറം ഒന്നും എനിക്ക് സൂചിപ്പിക്കാനില്ല. ഈ ഒരു കുറുകയിൽ ഈ രീതിയിൽ കൂടി സക്കാത്തിന്റെ വളർച്ചയുണ്ട് എങ്കിൽ, സക്കാത്ത് സമിതിക്ക് ഈ രീതിയിൽ കൂടി പണം കിട്ടുന്നുവെങ്കിൽ, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഭാഗത്ത് ജീവിക്കുന്നത് കൊണ്ടാണ്, ഈ രീതിയിൽ കൂടി ചിന്തിക്കുന്നത് കൊണ്ടാണ്. പല സ്ഥലത്തും ഈ വിഷയം പറയാൻ പോലും സമ്മതിക്കാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഏരിയകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഈ രൂപത്തിൽ കൂടി ഞാൻ ഇത് പറയുമ്പോൾ വീണ്ടും ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഹത്ത ഇലാ റബ്ബിഹി സബീല എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ശപിച്ച ഓരോരുത്തരുടെയും മനസ്സിലേക്ക് എന്നാൽ കഴിയുന്ന രൂപത്തിൽ കൂടി ഈ അവഗണിക്കപ്പെട്ട ആരാധനയുടെ റൂഹ് നഷ്ടപ്പെടാതെ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെയും റസൂലിൻ്റെ ചര്യയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഒരു കാലയും കീലയും ഞാൻ ഉദ്ധരിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ ഉൾക്കൊള്ളുകയും മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ വന്നു പോകുന്ന വലുതും ചെറുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ അറിവുകളോടുകൊണ്ട് സംഭവിച്ച വീഴ്ചകൾക്ക് ഞങ്ങളെ നീ പിടികൂടി ശിക്ഷിക്കരുതേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ശേഷിച്ച ജീവിതം നിന്റെ ദീനിന്റെ ചിട്ടയനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.